എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓപ്പറേറ്റർ ആൻഡ് മെയിൻ്റനർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോൾ കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN ഓപ്പറേറ്റർ ആൻഡ് കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN മെയിൻ്റനർ തസ്തികകളിലേക്കും അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 11 ഡീറ്റെയിൽസ് നോക്കാം. വേക്കൻസി എത്രയാണ് വരുന്നത് നോക്കാം. കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ 152 വേക്കൻസിയാണ് വരുന്നത്. അടുത്തത് കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN മെയിൻ്റനർ ആണെന്നുണ്ടെങ്കിൽ 115 വേക്കൻസിയാണ് വരുന്നത്. അങ്ങനെ ആകെ 267 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി മെയിൻ്റനറിനകത്ത് വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, മെഷീനിസ്റ്റ് ഓർ ടേണർ, വെൽഡർ ആണ് വരുന്നത്. അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം. കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് +2 ആണ്. +2 വിത്ത് സയൻസ് ഉണ്ടായിരിക്കണം. സയൻസ് സ്ട്രീം ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇനി കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ST/TN മെയിൻ്റനർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് 10ാം ക്ലാസ്സും ബന്ധപ്പെട്ട ട്രേഡുകളിൽ ITIയുമാണ്. ITI 2 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. ഇനി 2 വർഷത്തെ കോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും റെലവൻറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് 10ാം ക്ലാസ്സും ITI ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇനി ITI 2 വർഷത്തെ കോഴ്സ് അല്ല എന്നുണ്ടെങ്കിലാണ് ITIയിലും 1 വർഷത്തെ ITIയും 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും പറയുന്നത്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റൈഫൻ ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ സ്റ്റൈഫൻ ലഭിക്കുന്നത് 20,000 രൂപയായിരിക്കും പെർ മന്ത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും 22,000 രൂപയായിരിക്കും. 2 കാറ്റഗറിക്കും സെയിം തന്നെയാണ് സ്റ്റൈഫൻഡ് വരുന്നത്. അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഇനി എവിടെയാണ് ജോലി ലഭിക്കുന്നതെന്ന് നോക്കാം. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് രാജസ്ഥാനിലായിരിക്കും വരുന്നത്. ട്രെയിനിങ് പീരീഡ് വരുന്നത് 2 വർഷത്തേക്കായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നത് റിട്ടൺ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി മെയിൻ്റെയിനർ ആണെന്നുണ്ടെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ കൂടാതെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കൂടാതെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇതിൽ എക്സാമിന് റിട്ടൺ എക്സാം വരുമ്പോൾ 2 സ്റ്റേജായിട്ടാണ് വരുന്നത്. പ്രിലിമിനറി എക്സാമും ഉണ്ടായിരിക്കും, അഡ്വാൻസ്ഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ്, സയൻസ്, ജനറൽ അവയർനെസ് ആണ് വരുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് npclcareers.co.in എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 11 ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ളവർ 100 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ITI പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ +2 യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി 2 സ്റ്റൈഫൻഡറി ട്രെയിനി ഓപ്പറേറ്ററായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്പോൾ അപേക്ഷിക്കേണ്ടതാണ്. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.